വീണ്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധം വരുമോ എന്നൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ജർമ്മനിയുമായി ബന്ധപ്പെട്ട് ജർമ്മനി ചില ഒരുക്കങ്ങളൊക്കെ നടത്തി തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ചില മരുന്നുകൾ ശേഖരിക്കുന്നു, ഫുഡ് ശേഖരിക്കുന്നു. എന്തിനെയോ ഈ ജർമ്മനി ഭയക്കുന്നത് പോലെ. പ്രധാനമായും ഉക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ട്രംപ് അമേരിക്കയിൽ അധികാരത്തിലേറിയിരിക്കുന്നു. ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി ഒരുപക്ഷെ ഈ ബൈഡൻ്റെ ഒരു നിലപാടല്ല ട്രംപിനുണ്ടാവുക എന്നും ചിലപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണോ എന്നൊരു സംശയമുണ്ട്. എന്താണ്? അതായത് റഷ്യ ഇനി ആക്രമണം നടത്തുമോ എന്നുള്ളത് നാറ്റോയിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഭയക്കുന്നുണ്ട്. എന്തായാലും ഈ റഷ്യയെ ആക്രമണത്തിലേക്ക് വലിച്ചിഴക്കിയാണ് ബൈഡന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഉക്രൈന് ഈ പറയുന്ന മിസൈലുകൾ, ദീർഘദൂര മിസൈലുകളൊക്കെ ഉപയോഗിക്കാൻ കൊടുത്തത്. അതിന് തിരിച്ചടി എന്ന നിലയിൽ റഷ്യ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നേരെ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ ഒരു ആക്രമണം നടത്തിയത് വേണമെങ്കിൽ അതിൻ്റെ കുന്തമുന, അതിൻ്റെ ഒരു പോർമുഖം എന്ന് പറയുന്നത് ഈ ജൈവ ആയുധം അല്ലെങ്കിൽ ആണവായുധം, രാസായുധം എന്ത് വെള്ളം ഉപയോഗിക്കും. ഇതൊന്നും ഉപയോഗിച്ചില്ല, വെറുതെ ഒരു മിസൈൽ അയച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നാറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ ഈ പ്രതിരോധത്തിൽ പങ്കാളിയാണ്. അപ്പോൾ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് ജർമ്മനിയാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ജർമ്മനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നാറ്റോ രാജ്യങ്ങളൊക്കെ യുദ്ധത്തിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ അവർക്ക് വേണ്ട ഫുഡ്, മെഡിസിൻ, വാട്ടർ ഇതെല്ലാം തന്നെ വൻതോതിൽ സംഭരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംഭരിച്ചു കൂട്ടുന്നതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. മാത്രമല്ല, വേണമെങ്കിൽ ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിലായി 2 ലക്ഷത്തോളം സൈനിക വാഹനങ്ങൾ അണിനിരത്താൻ വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ജർമ്മനി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ സംശയമുണ്ട്. മാത്രമല്ല, ഒരു യുദ്ധമുണ്ടായാൽ ഒരു രാജ്യത്ത് ആദ്യം ഉണ്ടാകുന്ന പ്രശ്നം അവിടുത്തെ വൈദ്യുതി ബന്ധം നിലയ്ക്കും, കറണ്ട് ഉണ്ടാവില്ല, മറ്റ് രാത്രിയിലെ പ്രവർത്തനങ്ങളൊക്കെ ബാധിക്കും. അതുകൊണ്ട് വൻതോതിൽ ഡീസൽ ജനറേറ്ററുകൾ സ്ഥാപിക്കുന്നു, ടർബൈനുകൾ സ്ഥാപിക്കുന്നു, എന്തൊക്കെയോ ഒരുക്കങ്ങൾ നടത്തുന്നു. അപ്പോൾ ജർമ്മനി ഈ റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഒരു പങ്കാളിയാകും എന്ന് പറഞ്ഞാൽ നാറ്റോ സഖ്യം മുഴുവൻ ജർമ്മനിയിലായിരിക്കും അണിനിരക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇതിനു മുമ്പ് റഷ്യയും ജർമ്മനിയും തമ്മിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ജർമ്മനി പരാജയപ്പെട്ടു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ജർമ്മൻ സേനാനായകൻ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായി. ഇനിയും ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ജനങ്ങളൊക്കെ ഒന്ന് കരുതിയിരിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ പരസ്പരമുള്ള സംശയം, ഒലിവ് ഷോൾസ് എന്ന് പറയുന്ന അവിടുത്തെ ചാൻസലർ എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകാത്തത്? കാരണം അവിടെ ഒരു കൂട്ടുകക്ഷി ഭരണമാണ്. അവിടെ ഈ ഫാർ റൈറ്റ് ഉണ്ട്, ലിബറൽസ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു ഭരണമാണ്. ഇപ്പോൾ ഒലിവ് ഷോൾസ് എന്ന് പറയുന്ന ഭരണാധികാരി തിരിച്ചറിയുന്നത് ജർമ്മനി എന്ന് പറയുന്ന രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. 4.7 ട്രില്യൺ ആയിരുന്നു അവരുടെ GDP. അത് കുത്തനെ ഇടിഞ്ഞു. അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് നിരക്ക് കൂടി വരികയാണ്. ഏതാണ്ട് 3.7 ആയിരുന്നു അൺഎംപ്ലോയ്മെൻറ്റ് നിരക്ക്. ഈ രീതിയിൽ പോയാൽ ഒരു 3-4 മാസത്തിനുള്ളിൽ അത് 7 വരെയായി ഉയരും. അങ്ങനെ സംഭവിച്ചാൽ ജർമ്മനിയുടെ സാമ്പത്തിക നില അമ്പേ തകരും. ഒപ്പം ഈ യുദ്ധവും കൂടെ വന്നാലോ അതവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ റഷ്യ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യൂറോപ്യൻ രാജ്യങ്ങളെ പോലും ഒരുപക്ഷെ ആക്രമിച്ചേക്കാം. കാരണം ബൈഡൻ ഇടപെട്ട് ഈ യുദ്ധം ഒന്ന് കുളവാക്കുക ചെയ്തേ. ഇതിൻ്റെ ലക്ഷ്യം ഡീപ് സ്റ്റേറ്റിൻ്റെ ചില ഇടപെടലുകളാണ്. അപ്പം ട്രംപ് വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം തീർക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഡെമോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് എപ്പോഴും യുദ്ധം നിലനിർത്തണം. അപ്പോൾ ട്രംപ് സമാധാനപരമായിട്ട് 4 വർഷം ഭരിക്കാൻ പാടില്ല, അതിന് ജർമ്മനി അങ്ങ് കരുവാക്കാമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നടക്കം നിരവധി വിദ്യാർത്ഥികൾ ഈ ജർമ്മനിയിൽ പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസൊക്കെ അവിടെ വിദ്യാഭ്യാസം സൗജന്യമാണ്. ആകെ ഈ വിസ ചെലവ്, അതുപോലെ തന്നെ ബാക്കി ഈ PG തലത്തിലുള്ള കോഴ്സിനുള്ള ഫീസ്, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം സൗജന്യമാണ്. കാരണം ജർമ്മനിയിൽ ജനസംഖ്യ താരതമ്യേന കുറവാണ്. അപ്പോൾ ഈ ഇമിഗ്രൻസ് വരും, അതായത് കുടിയേറി പാർക്കുന്ന ആൾക്കാരുണ്ട് അനധികൃതമായിട്ട്. അങ്ങനെ വരുന്ന ആളുകളെ കൊണ്ട് അവിടെ നിറഞ്ഞു. അവിടെ വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഈ ജർമ്മനിയുടെ ഉൽപ്പാദനം മുഴുവൻ ചൈന കേന്ദ്രീകരിച്ച, ചൈനയായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാം ഒരു പ്രൊഡക്ഷൻ ഹബ്ബ് എന്ന് പറയുന്നത്. ഏതാണ്ട് 80-85 കാലമായപ്പോൾ ജർമ്മനിയിലെ പ്രൊഡക്ഷൻ മൊത്തം ചൈനയെ കൊണ്ട് നടത്താൻ തുടങ്ങി. അപ്പം ചൈനയിൽ നിന്ന് ഈ സാധനം ഉണ്ടാക്കി മെയ്ഡ് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞ് വന്നാൽ മതിയല്ലോ, അവർക്ക് ഭയങ്കര ലാഭമായി. അപ്പോൾ അവിടെ ആളുകൾക്ക് അധികം തൊഴിലില്ല. ഈ അൺഎംപ്ലോയ്മെൻറ്റ് നിരക്ക് കൂടിയതോടുകൂടി അവിടെ വലിയ സംഘർഷവും വലിയ ഏറ്റുമുട്ടലിലേക്ക് സാധ്യതയുണ്ടാകുന്നു. മാത്രമല്ല, അവരുടെ ജർമ്മൻ ടെക്നോളജിയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് കാർ ഉൽപ്പാദനമാണ്. മെഴ്സിഡസ് ബെൻസ്, ഫോക്സ് വാഗൻ തുടങ്ങിയ കാറുകൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന 3 പ്ലാന്റ് അവിടെയുണ്ട്. 80,000-ഓളം ആളുകൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. അതിൽ 40,000-ഓളം പേരെ ഇപ്പോൾ അതിൻ്റെ പിരിച്ചുവിടുന്ന അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമായി ചില പ്രശ്നങ്ങളുണ്ടാകുന്നു.
ഇതിൻ്റെ ഇടയ്ക്കാണ് അവരെ പരസ്യമായിട്ട് ഈ റഷ്യ യുദ്ധമുഖത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഈ പുടിൻ ഇവരെ മനഃപൂർവ്വം കൂട്ടിക്കൊണ്ട് പോവുകയാണെന്നൊരു സംശയമുണ്ട്. സത്യത്തിലായിരുന്നില്ല. ഒലിഫ് ഷോൾസ് എന്ന് പറയുന്ന ജർമ്മൻ ചാൻസലർ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ട് ഒരു 1-2 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് നേരത്തെ തന്നതുപോലെ ക്രൂഡ് ഓയിലൊക്കെ വേണമെന്ന് പറഞ്ഞു. റഷ്യക്ക് കൊടുക്കാൻ നിവർത്തിയില്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഇവരൊരു ചർച്ച നടത്തിയപ്പം മറ്റ് രാജ്യങ്ങൾ ഒരു കോൺസ്പിറസി ഉണ്ടാക്കി. എന്താ, ഇവർ തമ്മിൽ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, പുടിനും ഷോൾസും തമ്മിൽ. സത്യത്തിൽ ഇതല്ല. ഇവരുടെ ആവശ്യം സാമ്പത്തിക നില തകരാതിരിക്കണമെങ്കിൽ അവിടെ നിന്ന് ഈ പെട്രോൾ, ക്രൂഡ് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യണം. പക്ഷേ ഇവർ ഉപരോധം ഏർപ്പെടുത്തിയോണ്ട് അത് നടക്കുന്നില്ല. ഇപ്പോൾ റഷ്യക്ക് മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് കൂടെ നിർത്താനൊക്കെ പറ്റും. പക്ഷേ ഈ ജർമ്മനി അങ്ങനെ ചെയ്യുന്നില്ല. മാത്രമല്ല, ഈ യുദ്ധത്തിൻ്റെ ഭീഷണി ഉണ്ടായാൽ ഇതിൻ്റെ അടുത്ത ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് നോർവേയിലേക്കായിരിക്കും, സ്വീഡനിലേക്കായിരിക്കും, അതുപോലെ ഫിൻലൻഡിലേക്കായിരിക്കും. അപ്പോൾ ആ രാജ്യങ്ങളൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങളോട് പറയുകയാണ്, ഒരു 3-ാം ലോക മഹായുദ്ധ യുദ്ധത്തിന് സാധ്യതയുണ്ട്, നിങ്ങൾ വളരെ കരുതിയിരിക്കണം. അത്യാവശ്യമുണ്ടെങ്കിൽ ബങ്കറുകളിലേക്ക്, സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം. ഇമെയിൽ വഴി അവരെ അറിയിക്കുന്നു, ലഘുലേഖകൾ വഴി അറിയിക്കുന്നു. ഒരു ഭയങ്കരല്ലേ, ഒരു രാജ്യം അവിടുത്തെ ജനതയെ എങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജർമ്മനി ഇതിലേക്ക് തിരിച്ചു വീണ്ടും യുദ്ധത്തിലേക്ക് വന്നാൽ, ഈ 2014 ക്രീമിയ റഷ്യ പിടിച്ചെടുത്തിരുന്നു. അന്നു മുതൽ ഈ ജർമ്മനിയും ഈ യുദ്ധത്തിൻ്റെ ഒരു പങ്കാളിത്തം ഉണ്ട്. അതിൻ്റെ ചില അനന്തരഫലങ്ങളൊക്കെ ജർമ്മനി പേടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എടുക്കുന്ന നിലപാടുകളുടെ ഭാഗമായിട്ട് ആദ്യം ഈ റഷ്യ ആക്രമണം നടത്തുവാണെങ്കിൽ പോളണ്ടിലേക്ക് അറ്റാക്ക് വരണം, അതുപോലെ തന്നെ സ്വീഡൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വരണം. അപ്പോൾ ഈ പോളണ്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ജർമ്മനിയിലേക്ക് വരും. അങ്ങനെ വന്നാൽ അവിടുത്തെ കാർഷിക മേഖല പൂർണ്ണമായിട്ട് നശിക്കും, അതോടെ മുഴുവൻ അവതാളത്തിലാവും, വ്യാവസായിക മേഖല സ്തംഭിക്കും. അപ്പോൾ എന്തുകൊണ്ട് അവിടുത്തെ ഭരണകൂടം ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നില്ല? ഇപ്പോൾ അവിടുത്തെ ഭരണകൂടം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളെയും ആർമിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംയുക്ത സൈന്യത്തെ നിയോഗിക്കുന്നു. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നിങ്ങളും രംഗത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ ബിസിനസ്സുകാർ, കാർഷിക മേഖലയിലുള്ളവർ, രാഷ്ട്രീയക്കാരെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു തേർഡ് ഫ്രണ്ടിനെ, ഒരു തേർഡ് സൈനിക ശക്തിയെ അവരിപ്പം വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പം പോളണ്ടിലേക്ക് എത്താൻ സാധ്യതയുള്ള ഉക്രൈൻ സൈന്യം അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ജർമ്മനി ആയിരിക്കും അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഈ ഉക്രൈന് വീണ്ടും സഹായങ്ങളൊക്കെ കൊടുക്കേണ്ടത് ജർമ്മനിയുടെ ബാധ്യതയായി മാറും. അപ്പോൾ ജർമ്മനി ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന യുദ്ധത്തിലേക്ക് തിരിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ റഷ്യയിൽ നിന്ന് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കും. അതിനകത്ത് ആണവ ആയുധങ്ങളുണ്ട്, 6 പോർമുനകളുണ്ട്. ഈ 6 എണ്ണത്തിലും ആണവായുധങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം അത് വരുന്നത് ഈ പറയുന്ന ബെലാറസിലേക്കാണ്. ബെലാറസ് കഴിഞ്ഞാൽ അത് പോളണ്ടിലേക്ക് വരും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജർമ്മനിയാണ്. അപ്പോൾ ഈ ബെലാറസിനെയും പോളണ്ടിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജർമ്മനിയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജർമ്മനിക്ക് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് പരിചയമുണ്ട്, തോറ്റ അനുഭവങ്ങളുണ്ട്. യുദ്ധത്തിൽ തോറ്റാലുണ്ടാകുന്ന ദുരന്തം എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. റഷ്യയെ സംബന്ധിച്ചോ അവർക്ക് ചരിത്രാതീത കാലം മുതൽ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിച്ച ചരിത്രമാണ്. സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. അതിൻ്റെ എല്ലാ ആനുകൂല്യവും റഷ്യക്ക് ഇപ്പോഴും ഉണ്ട്. ആണവായുധങ്ങളുണ്ട്, ആധുനിക ടെക്നോളജി ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ അടുത്ത് ജർമ്മനി ഒരു യുദ്ധത്തിന് പോയാൽ പിടിച്ചു നിൽക്കുക എളുപ്പമല്ല. മാത്രമല്ല, സാമ്പത്തികമായി തകർച്ചയിലിരിക്കുന്ന ഒരു രാജ്യം, അൺഎംപ്ലോയ്മെൻറ്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യം, അവിടെ ആഭ്യന്തര കലാപത്തിന് വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭരണകൂടം കൃത്യമായിട്ട് ഇടപെടണം. ഇപ്പോൾ ഒലാഫ് ഷോൾസ് എന്ന് പറയുന്ന ചാൻസലർ ബ്രിക്സ് ഉച്ചകോടി കഴിഞ്ഞ ഉടനെ ഇന്ത്യയിലേക്ക് വന്നിരുന്നു. അവിടുത്തെ ക്യാബിനറ്റ് മന്ത്രിമാരെയും വ്യവസായികളെയൊക്കെ കൊണ്ടുവന്നു. എന്തിനാണെന്നറിയോ, ഇന്ത്യയിൽ വലിയ നിക്ഷേപം നടത്തണം. ഇന്ത്യയിൽ നിക്ഷേപം നടത്തി അതിലൂടെ ഒരു ലാഭം ഉണ്ടാക്കാം. കാരണം ഇന്ത്യ 150 കോടി ജനങ്ങളുള്ള ഒരു വലിയ മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ ഒരുപാട് കച്ചവടം നടക്കുമല്ലോ. അങ്ങനെ അവർ തിരിച്ച് അവിടേക്ക് പിന്നെ നിക്ഷേപം നടത്തി ലാഭം കിട്ടും. ഇപ്പോൾ അവരുടെ നിക്ഷേപം മുഴുവൻ ചൈനയിലാണ്. അപ്പോൾ ചൈനയിൽ നിന്ന് ഇനി നിക്ഷേപമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ വിപണി മതി എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇന്ത്യയെ കൂടുതൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച് ജർമ്മനി വലിയ ആശങ്കയാണ്. അപ്പോൾ അവർ പറയുന്നത് എത്രയും പെട്ടെന്ന് യൂറോപ്പിലെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കണം. അപ്പോൾ റഷ്യൻ സേനയെ തടയാനുള്ള പദ്ധതികളുമായിട്ട് നമ്മുടെ സൈന്യവും ജനങ്ങളും എല്ലാം ഒന്നിച്ചു കൂടണം. അങ്ങനെ കൂടിയില്ലെങ്കിൽ GDP-യിൽ തകർന്നു നിൽക്കുന്ന ഒരു രാജ്യത്തിന് ഇനി ഉയർത്തെഴുന്നേൽപ്പില്ല. അപ്പോൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ, ഇന്ത്യയുമായി സംയുക്ത സഹകരണം നടത്താനൊക്കെ അവർ തയ്യാറാണ്. ഈ ജർമ്മനിക്ക് ഒരുപാട് സാങ്കേതികതയുണ്ട്. റോക്കറ്റ് ടെക്നോളജിയിൽ, ആണവായുധ നിർമ്മാണത്തിൽ, വിമാന
വിമാന നിർമ്മാണത്തിലൊക്കെ ഉണ്ട്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടതോടെ അത് മുഴുവൻ അമേരിക്കയും അതുപോലെ തന്നെ ഈ ചൈനയും ഒക്കെ തട്ടിയെടുക്കാൻ, റഷ്യയൊക്കെ തട്ടിയെടുക്കുക ചെയ്തത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങി ജർമ്മനി യുദ്ധത്തിന് വന്നേ പറ്റുള്ളൂ. ആ യുദ്ധം വരുന്നതോടുകൂടി ജർമ്മനി സാമ്പത്തികമായി തകർന്ന് പാപ്പരാകുന്ന, അതായത് ഇവർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിതരാകുകയാണ്. അതെ, നിർബന്ധിതരാകാണ്. ഇവർക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പൊ മൂന്നാം ലോക മഹായുദ്ധത്തിൽ ഇനി റഷ്യയുടെ കൂടെ അങ്ങനെ സംഭവിച്ചാൽ റഷ്യയുടെ കൂടെ ആരൊക്കെ നിൽക്കുമെന്ന് അറിയില്ല. റഷ്യ ആണവായുധം പ്രയോഗിച്ചാൽ ഈ പറഞ്ഞ നാറ്റോ രാജ്യങ്ങൾ തിരിച്ചു ആണവായുധം പ്രയോഗിച്ചേക്കാം. ദുരന്തമാവും. അത് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുറേ രാജ്യമുണ്ട്. ഇപ്പോൾ സൗത്ത് കൊറിയ ഉണ്ട്, അതുപോലെ ജപ്പാനുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ന്യൂസിലൻഡ് ഉണ്ട്. അവരൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ അവരെല്ലാം ഈ കാര്യങ്ങൾ ചെയ്യുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ല. എന്തായാലും സാമ്പത്തികമായി തകർച്ചയിലേക്കാണ് ആ രാജ്യം നീങ്ങുന്നതെങ്കിൽ അവർ ഭയപ്പെടുക, ഞങ്ങൾക്ക് ഇനി യുദ്ധവുമായിട്ട് നീങ്ങാൻ കഴിയില്ല, ഞങ്ങൾ എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കും എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടെ പറയുന്നു നമുക്ക് എന്തായാലും അവരെ ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കണം. അതിന് വേണ്ടിയിട്ട് വൻതോതിൽ ഇപ്പോൾ ഇവർ ഫുഡ് സംഭരിക്കുന്നു, മരുന്ന് സംഭരിക്കുന്നു, ഒപ്പം തന്നെ ഈ ജനറേറ്ററുകൾ, വൈദ്യുതി പോയാൽ അതിനെ അതിജീവിക്കണം, കാർഷിക മേഖല തകർന്നാൽ ആ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ജനങ്ങളെല്ലാം കൂടെ അതിനനുസരിച്ച് നിൽക്കണമെന്നുള്ള ഒരു നിർദ്ദേശം പരസ്യമായി ഭരണകൂടം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പേടിക്കണം അല്ലെ ജർമ്മനിയെ സംബന്ധിച്ച് പറയാം. തീർച്ചയായും ഇനി ഒരു യുദ്ധം വരുമോ, യുദ്ധം വന്നാൽ തന്നെ ജർമ്മനിയുടെ അവസ്ഥ പരിതാപകരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്.